പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ടു വേ സ്വിച്ച്. നമുക്ക് സാധാരണ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ള ഒരു സ്വിച്ചാണ് ടു വേ സ്വിച്ച്. ഒരു ലൈറ്റ് നമുക്ക് രണ്ട് ഭാഗത്ത് നിന്ന് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയുന്ന ഒരു മാർഗമാണ് ടു വേ സ്വിച്ച്. സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. എന്നാൽ നമുക്ക് തന്നെ ഒരു ടു വേ സ്വിച്ച് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും ബെഡ്റൂമിന്റെ ഫാന്, ലൈറ്റ്, സ്റ്റെയർ കേസ് ലൈറ്റ് എന്നിവയെല്ലാം നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിന്റെ കണക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് ടു വേ സ്വിച്ചിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ കണക്കിനുള്ള രണ്ട് സ്വിച്ച് ബോർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്ക്രൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പോയിട്ട് രണ്ട് ടു വേ സ്വിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണ സ്വിച്ചുകളെ അപേക്ഷിച്ച് ഇതിൽ 3 ടെർമിനൽ കാണാൻ സാധിക്കും. സാധാരണ സ്വിച്ചുകളിൽ നമുക്ക് 2 ടെർമിനലേ കാണാൻ സാധിക്കുള്ളൂ. ഇതിൽ പക്ഷേ 3 ടെർമിനൽ കാണാൻ സാധിക്കും. അതിൽ ഒരു ടെർമിനലിൽ ഞാൻ ഒരു വയർ കണക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉയരത്തെ ടെർമിനലിൽ ഞാനൊരു വയർ കണക്ട് ചെയ്തു. മറ്റേ സ്വിച്ചിൽ ഞാൻ അതുപോലെ അതേ ടെർമിനൽ അതേ ഭാഗം ഞാൻ അതുപോലെ കണക്ട് ചെയ്തു. ഉയര ഭാഗത്ത് ഞാൻ കണക്ട് ചെയ്തു. വേറൊരു വയർ കഷ്ണം ഞാൻ എടുത്തതിന് ശേഷം അതിന്റെ അടിഭാഗത്തുള്ള ടെർമിനലിൽ ഞാൻ കണക്ട് ചെയ്തു. ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്തതിന് ശേഷം അതിന്റെ മറുതല മറ്റേ സ്വിച്ചിന്റെ കീഴ്ഭാഗത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ രൂപത്തിൽ ആയിട്ടുണ്ട്. ഇതേ രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ സ്വിച്ച് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതിൽ 2 വയർ കണക്ട് ചെയ്ത ഒരു ഹോൾഡർ ഞാൻ കാണിക്കുകയാണ്. 2 വയർ കണക്ട് ചെയ്ത ഒരു ഹോൾഡറാണിത്. അതിൽ ഒരു ബൾബ് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2 വയറുകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഒരു നീല വയറും ഒരു റെഡ് വയറും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലഗ് ഞാൻ എടുത്തു. അതിലും 2 വയർ ഞാൻ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബിലെ നീല വയറും ഫ്ലഗിലെ നീല വയറും നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അത് നല്ല രീതിയിൽ ഇൻസുലേഷൻ കൊടുക്കുന്ന ഭാഗത്തിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യോജിപ്പിക്കാതെ തന്നെ നമുക്ക് നീല വയർ ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. എന്നാൽ മാത്രമേ ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 വയറുകൾ കാണാൻ സാധിക്കും. അതിൽ ഫ്ലഗിന്റെ ഒരു വയർ, ഫ്ലഗ് കൊടുത്തിരിക്കുന്നതിന്റെ ഒരു വയർ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ടു വേ സ്വിച്ചിന്റെ സെൻട്രൽ ഭാഗത്ത് കൊടുക്കുക. ഇതിന്റെ ഒരു സ്വിച്ചിന്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഫ്ലഗിൽ നിന്ന് വരുന്ന ആ വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്വിച്ചിന്റെ കാര്യം കറക്റ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് ബൾബിന്റെ വയർ ഞാൻ എടുക്കുകയാണ്. അത് ഞാൻ മറ്റേ ടു വേ സ്വിച്ച് ഇതുപോലെയുള്ള ഭാഗത്ത് സെൻട്രലിലുള്ള ടെർമിനലിൽ ഞാൻ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ടു വേ സ്വിച്ചിന്റെ വയറിംഗ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്.
നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കണക്ഷൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ മാത്രം മതി. 2-വേ സ്വിച്ച് സുഖമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ആ രണ്ട് സ്വിച്ചുകളും 2 സ്വിച്ച് ബോർഡിലേക്ക് ഞാൻ ഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അതിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വയറിന്റെ നീളം കൂട്ടി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 സ്വിച്ച് ബോർഡിലെയും 2 സ്വിച്ചും കണക്ട് ചെയ്തിരിക്കുകയാണ്. ബൾബ് പ്രത്യേകിച്ച് ഞാൻ വച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരേപോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 2 ഭാഗത്തേക്കായിരിക്കും ഈ പച്ച വയറിന്റെ നീളം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇതിലെ പവർ കൊടുക്കാൻ പോവുകയാണ്. പവർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു സ്വിച്ച് നമ്മൾ ആദ്യം അതുപോലെ ഓൺ ചെയ്തത് ഇപ്പുറത്തെ സ്വിച്ചിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ അതിൽ തന്നെ ഓൺ ചെയ്യാം. ഇപ്പുറത്തെ സ്വിച്ചിൽ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആർക്ക് വേണോ ഇത് ഫിറ്റ് ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. ഈ കണക്ഷൻ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് ഇലക്ട്രീഷ്യനെ വിളിക്കാതെ തന്നെ നമുക്കിത് സുഖമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്.